നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോമെട്രിക്കൽ മീൻ. നമ്മൾ അരിത്തമെറ്റിക് മീനിൻ്റെ പല ടൈപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രിക്കൽ മീൻ എന്താണെന്നുള്ളതാണ്. ജോമെട്രിക്കൽ മീൻ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തത് ഒരു ഫോർമുല ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ഒരു മോഡിഫൈഡ് ഫോർമുലയാണ് നമ്മൾ ഇതിൽ ലോഗ് ആൻറ്റി ലോഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ലോഗ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല വരുന്നത് ആൻറ്റി ലോഗ് ഓഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഈ ലോഗ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ലോഗ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലോഗരിതം ടേബിൾ യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന ലോഗ് വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ലോഗിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് ലോഗിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലുണ്ട്. അപ്പോൾ ലോഗ് ആ വാല്യൂ എന്നാണ്, ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോഗിൻ്റെ വാല്യൂ കിട്ടും. ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാനുള്ളതും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ജോമെട്രിക്കൽ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഇപ്പോൾ ജോമെട്രിക് മീൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. Geometric mean is the nth positive root of the product of n positive given values. Hence, geometric mean for the value x containing n values such as x1, x2, x3, x4. അതായത് നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് ഇപ്പോൾ 1, 2, 3, 4 അല്ലെങ്കിൽ 45, 4 അങ്ങനെ ഒരു നമ്പേഴ്സ് തന്നതിന് പകരം ഇപ്പോൾ നോക്കി നോക്കുക, x1, x2, x3, x4 ആണ് ഒരു ഇൻഡിവിജ്വൽ ഡാറ്റ ഇങ്ങനെ തന്നിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ജോമെട്രിക് മീൻ എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ is denoted by geometric mean of x is given under geometrical mean of x equal to x bar അതായത് മീൻ ജോമെട്രിക് മീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന x bar equal to n റൂട്ട് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്, n റൂട്ട് ഈ പറയുന്ന വാല്യൂസ് കൂടി ഇൻറ്റു ചെയ്യുക, x1 ഇൻറ്റു x2 ഇൻറ്റു x3 ഇൻറ്റു എക്സിട്ര xn വരെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അൺഗ്രൂപ്പ് ഡാറ്റ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഇതിൽ അപ്ലൈ ചെയ്യുക. ഇതേ സംഭവം തന്നെ നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രീക്വൻസി തന്നിട്ടുള്ള ഡാറ്റയിലാണെന്നുണ്ടെങ്കിൽ ഫോർമുലയിൽ വ്യത്യാസം വരും. n റൂട്ട് x1 റേസ് ടു f1, അതായത് x1ൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ മേലെ എഴുതുക, x1 റേസ് ടു f1 ഇൻറ്റു x2 റേസ് ടു f2 ഇൻറ്റു x3 റേസ് ടു f3 ഇൻറ്റു എക്സിട്ര xn റേസ് ടു fn. ഇതാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുലയായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ. കാരണം നമുക്ക് ഇത്തവണ പഠിക്കാനുള്ളത് മോഡിഫൈഡ് ഫോർമുലയാണ്. അത് നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, ഒരു ഇൻഡിവിജ്വൽ ഡാറ്റയുടെ നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. അതായത് ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ഓഫ് ദ വാല്യൂസ് 10, 5, 15, 8, 12. അതായത് ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോയാൽ മതി. ഓക്കെ, ഈ ഒരു കണക്ക് വെച്ചിട്ട് ചെയ്താൽ മതി, അത് ഈ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് നോക്കി നോക്കാം. ജോമെട്രിക്കൽ മീൻ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു നമ്മൾ ആ ഫോർമുല ഇതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് മൊത്തം എത്ര നമ്പർ വന്നിട്ടുണ്ട്, 1, 2, 3, 4, 5. അപ്പോൾ n എത്രയാണ്, 5 ആണ്. അപ്പോൾ 5 റൂട്ട് ദെൻ x1, x2, x3, x4 അതിൻ്റെ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്തു. 10 ആണ്. 10 ഇൻറ്റു 5 ഇൻറ്റു 15 ഇൻറ്റു 8 ഇൻറ്റു 12. അപ്പോൾ ഇത് കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 72,000 കിട്ടും. ക്ലിയർ. അപ്പോൾ 5 റൂട്ട് 72,000. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ്, ഇതിനെ നമുക്ക് റേസ് ടു ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ചെയ്യുക, അതായത് 72,000 റേസ് ടു 1/5, അതായത് റൂട്ട് 5 എന്നുള്ളത് 5 റൂട്ട് എന്നുള്ളത് നമുക്ക് അതിനെ എന്താ പറയുക മാറ്റി എഴുതുമ്പോൾ 72,000 റേസ് ടു 1/5 കിട്ടും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 9.36 ആണ് അതിൻ്റെ ഉത്തരം കിട്ടുക. ഇങ്ങനെയായിരുന്നു നമ്മൾ ഓൾറെഡി ഈ ജോമെട്രിക്കൽ മീൻ കണ്ടുപിടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 പുതിയ ഫോർമുലകളാണ്, പുതിയ ഫോർമുല അല്ല, ഒരു മോഡിഫൈഡ് ഫോർമുലകളാണ് ഇപ്പോൾ നമ്മൾ ജോമെട്രിക്കൽ മീൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുക. അതാണ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, ഫോർ ഗ്രൂപ്പ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് അതായത് നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ സീരീസിന് ഒരു ഫോർമുല ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ്ഡ് ഡാറ്റ ഫ്രീക്വൻസി ഒക്കെ തന്നു കഴിഞ്ഞാൽ വേറൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n. ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n. അപ്പോൾ എങ്ങനെയാണ് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ലോഗ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഓൾറെഡി ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുക എങ്ങനെയാണെന്ന് പറയും. അതുപോലെ തന്നെ അത് ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ എന്നിന് പകരം നമ്മൾ സിഗ്മ എഫ് എന്ന് എഴുതിയെന്ന് മാത്രം, ഫ്രീക്വൻസിയുടെ ടോട്ടൽ എഴുതിയെന്ന് മാത്രം.
അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് ഫോർമുല വെച്ചിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പോയി നോക്കാം. അതായത് ഫൈൻ ജോമെട്രിക്കൽ മീൻ ഓഫ് ഈ സെയിം തന്നെ 10, 5, 15, 8, 12 നേരത്തെ തന്നിട്ടുള്ള അതേ പ്രോബ്ലം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് കാണുക നോക്കാം. അപ്പോൾ ആദ്യം ഈ എക്സ് വാല്യൂസിൻ്റെ ഒക്കെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ലോഗ് എക്സ്, സിഗ്മ ലോഗ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഓരോന്നിൻ്റെയും ലോഗ് എക്സ് കണ്ടുപിടിക്കണ്ടേ? എക്സ് തന്നിട്ടുണ്ട്, ആ എക്സ് നമ്മൾ എഴുതി, അതിന് ലോഗ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ലോഗ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ലോഗരിതം ടേബിൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം, പെട്ടെന്ന് കണക്കുകൾ ചെയ്യാനായിട്ട് മാർഗ്ഗം എന്ന് വെച്ചാൽ ഇതേപോലത്തെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ലോഗ് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം ലോഗ് 10ൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലോഗ് നമുക്കറിയാം, ഇതിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ലോഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. ലോഗ് 10, ആദ്യത്തെ വാല്യൂ 10 ആണ്, 10. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള, അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ക്ലോസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ടു അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ക്ലിയർ ആവുണ്ടെന്ന് തോന്നുന്നു. 1 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലോഗ് 5 നോക്കി നോക്കാം. ലോഗ് 5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഈക്വൽ ടു 69.89 ആണ് വരിക. അതിപ്പോൾ 69.90 ആ ടോട്ടൽ, അത് 89 ഒന്നും ഇങ്ങോട്ട് എടുത്തേക്കാണ്. മൊത്തം വാല്യൂസിനെ അത് 1 ആക്കി എടുത്തിട്ട് 69.90 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റി. 0.6989 ആണ് വരുന്നത്. അതിവിടെ 0.6990 എന്നാക്കിയെന്ന് മാത്രം. അത് ബാക്കിയുള്ള വാല്യൂസിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ അടുത്തത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ലോഗ് 15 ഈക്വൽ ടു 1.1760. ഓക്കെ, അതിനെയാണ് കിട്ടിയത്. 1.1761 എഴുതി. അതായത് ബാക്കി വാല്യൂസ് 609 ആയതുകൊണ്ട് അതിന് ആ വാല്യൂസ് കൊണ്ട് കൊടുന്നപ്പോൾ അത് 1 ആക്കി എഴുതിയതാണ്. അപ്പോൾ 1.1761. ദെൻ ലോഗ് 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.9030. ഓക്കെ, അത് ആ വാല്യൂസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് കേട്ടോ ഇവിടെ എഴുതുമ്പോൾ അത് 1 ആയിട്ട് എഴുതുന്നത്. ഒരു 4 വാല്യൂസ് നമുക്ക് എഴുതിയാൽ മതി. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 4 എണ്ണം നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ അത് എഴുതുമ്പോൾ 0.9031 നമുക്ക് എഴുതി. അതേപോലെ 12 കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് ലോഗ് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാറ്റിൻ്റെയും ലോഗ് എക്സ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ടോട്ടൽ അതിൻ്റെ സിഗ്മ ലോഗ് എക്സ് കിട്ടും. അപ്പോൾ ഈ പറയുന്ന വാല്യൂസിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ലോഗ് എക്സ് കിട്ടും. സിഗ്മ ലോഗ് എക്സ് കിട്ടും 4.8573. അതായത് ഇതിൻ്റെ ടോട്ടലാണ് 4.8573 ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, ജോമെട്രിക്കൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആൻറ്റി ലോഗ് ഇൻറ്റു സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടി ഈ വാല്യൂസ് അറിയാലോ. സിഗ്മ ലോഗ് എക്സ് നമുക്കറിയാം, ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ, നമ്പർ ഓഫ് ഐറ്റംസ് എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും എക്സ് ബാർ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് ഈ പറയുന്ന വാല്യൂ 4.8573 ഡിവൈഡഡ് ബൈ 5 കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻറ്റി ലോഗ് ഓഫ് 0.9715 കിട്ടും. അപ്പോൾ ആൻറ്റി ലോഗ് എങ്ങനെ കാണാമെന്നുള്ളതാണ് നമുക്ക് അടുത്തൊരു ഇത്. ഇതേ കാൽക്കുലേറ്ററിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ലോഗ് കൊടുക്കാം. അപ്പോൾ ആൻറ്റി ലോഗ് കാണാനായിട്ട് ആദ്യം ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ അതിന് ശേഷം ലോഗ് കൊടുക്കുക. ക്ലിയർ? ആദ്യം ഷിഫ്റ്റ് പിന്നെ ലോഗ്, എന്നിട്ട് ഈ വാല്യൂ അടിച്ചു കൊടുക്കുക. ഇനി വരുന്ന 0.9715. ക്ലിയർ? 0.9715 അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ 10ൻ്റെ ബേസിലുള്ള ലോഗ് വാല്യൂസ് ആയതുകൊണ്ടാണ് 10⁻² എന്നുള്ള ഒരു ഫോർമാറ്റിൽ വരുന്നത്. 10⁻² ഈ വാല്യൂ ആണ് എന്ത് പറയുന്നത്? ആൻറ്റി ലോഗ് എന്ന് പറയുന്നത്. ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.36 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. നമുക്ക് കിട്ടിയവിടെ 9.36 ആണ് എന്ത് ഇതിൻ്റെ ജോമെട്രിക്കൽ മീൻ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് ആൻറ്റി ലോഗിൻ്റെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ആൻറ്റി ലോഗിന് ചെയ്യാനൊന്നുമില്ല, ഇത്ര ചെയ്യാനുള്ളൂ. അതായത് ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ലോഗ് അമർത്തുക. അപ്പോൾ ഷിഫ്റ്റ് ലോഗ് കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10⁻² എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് അവിടെ കാണാം. അതിന് നമ്മുടെ ഈ ആൻറ്റി ലോഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് വരുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ 0.9715 ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 9.36 കിട്ടും. അതാണ് നമ്മുടെ എന്ത് ജോമെട്രിക്കൽ മീൻ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല, ഫ്രീക്വൻസി കൂടി വരുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നമുക്കറിയാം 0.30, 30 to 50, 50 to 80, 80 to 100 എന്ന് പറഞ്ഞൊരു വാല്യൂസാണ് നമുക്ക് തന്നേക്കുന്നത്. ഓരോന്നും ഇങ്ങനെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഈ വാല്യൂസ്, അതായത് മാർക്കിൻ്റെ ഈ കോളം നമ്മൾ എടുത്തു, അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസി എഴുതി, മിഡ് പോയിന്റ് എഴുതുക. അപ്പോൾ മിഡ് പോയിന്റ് ഇവിടെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്, കാരണം ഇതിൻ്റെ ഇൻ്റർവെൽസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഫോർമുല വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ 0 to 30യുടെ മിഡ് പോയിന്റ് കിട്ടാനായിട്ട് 0 + 30 ÷ 2 ചെയ്താൽ മതി, ഈക്വൽ ടു 15 കിട്ടും.
ക്ലിയർ. അടുത്ത 30 to 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 + 50 / 2 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 30 + 50 80/2 എന്ന് പറയുമ്പോൾ 40 കിട്ടും. 40 ഇവിടെ എഴുതി. അങ്ങനെ എല്ലാറ്റിനെയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഡ് പോയിന്റ് കിട്ടും. അപ്പോൾ ഈ മിഡ് പോയിന്റിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ലോഗ് വാല്യൂസ് കണ്ടുപിടിക്കുക. ക്ലിയർ ആയോ? മിഡ് പോയിന്റ് ലോഗ് വാല്യൂസ് കണ്ടുപിടിക്കുക. അതെന്ത് ചെയ്യുന്നിട്ട് ഫ്രീക്വൻസി കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ലോഗ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ 15 ആണ് അല്ലേ. അപ്പോൾ എഫ് ലോഗ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് ഒറ്റ ഇതായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലോഗ് 15ൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ലോഗ് 15 എന്ന് പറയുമ്പോൾ 1.1760 ആണ് വരുന്നത്. ഇനി എഫ് ഇൻറ്റു ലോഗ് എക്സ് എന്നല്ല, അപ്പോൾ ലോഗ് 15 ഇൻറ്റു എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. ഇൻറ്റു 20 അതിൽ തന്നെ ചെയ്യുക. ഈക്വൽ ടു 23.52 കിട്ടും. അതാണ് ഇവിടെ വന്നേക്കണം. 23.5218. ക്ലിയർ ആയോ? ഇവിടെ ഫോർമുലയിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ ലോഗ് 40 ചെയ്യുക. ലോഗ് 40 എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കി നോക്കുക. ലോഗ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.60 ആണ്. ആ 1.60 ഇൻറ്റു അതിൻ്റെ ഫ്രീക്വൻസി എഫ് ഇൻറ്റു ലോഗ് എക്സ് ആണല്ലോ. ഇൻറ്റു അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 30 ചെയ്യുക. ഈക്വൽ ടു 48.016 കിട്ടും. 06 അല്ലെങ്കിൽ 16 കിട്ടും. അത് എഴുതി. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എഫ് ഇൻറ്റു ലോഗ് എക്സ് കണ്ടുപിടിക്കുക. ഇങ്ങനെ അതിൻ്റെ ടോട്ടൽ സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ചെയ്യാനായിട്ട് ഈ കിട്ടിയേക്കുന്ന വാല്യൂസിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുക. ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ്? നമുക്കറിയാം ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ലോഗ് എക്സ് ആണ്. കാരണം ഇത് ഗ്രൂപ്പ് ഡാറ്റയാണ് അല്ലേ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഡാറ്റ ആയതുകൊണ്ട് സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. സിഗ്മ എഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 163.6425 ആണ്. 163.6425 കിട്ടി. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമുക്ക് കിട്ടിയത് 100 ആണ്. 100. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻറ്റി ലോഗ് ഓഫ് 1.6364 കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മൾ ആൻറ്റി ലോഗ് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരികയാണ്. വേറെ ഒന്നുമില്ല. ഷിഫ്റ്റ് ലോഗ് അമർത്തുക. അതിന് ശേഷം ആ വാല്യൂ കൊടുക്കുക. 1.6364 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 43.29 കിട്ടും. ആ 43.29 ആണ് എന്ത് ഈ പറയുന്ന ജോമെട്രിക്കൽ മീൻ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഗ്രൂപ്പ്ഡ് ആൻഡ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റകളിലെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക. നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്റർ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ലോഗരിതം കണ്ടുപിടിക്കലാണ്. ലോഗരിതം ടേബിൾ ഉള്ള ബുക്ക് ഉണ്ട്. അതുവഴി നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അതിനേക്കാളും ഒന്നുകൂടി എളുപ്പം സ്പീഡിൽ ചെയ്യാൻ പറ്റുക കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു എങ്ങനെയാണ് ഈ പറയുന്ന ജോമെട്രിക്കൽ മീൻ കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു ലോഗ് കണ്ടുപിടിക്കാനാണ് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് ഇത് ഈ തോന്നുക. കാരണം കാൽക്കുലേറ്റർ ഉള്ളവർക്ക് അതൊരു വിഷയമല്ല, പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഷിഫ്റ്റ് ലോഗ് പിന്നെ ആ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജോമെട്രിക്കൽ മീൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എക്സാമിന്. ജോമെട്രിക്കൽ മീൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഓൾറെഡി വരാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജോമെട്രിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പോൾ 2 ടൈപ്പ് ഫോർമുലാസ് ആണുള്ളത്. 2 ടൈപ്പ് ഫോർമുല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫോർമുലയിൽ ഫ്രീക്വൻസി ഇൻക്ലൂഡഡ് അല്ല. കാരണം അത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡാറ്റയാണ്. അപ്പുറത്തെ ഫോർമുലയിൽ എന്താണ്? അത് ഫ്രീക്വൻസി ഇൻക്ലൂഡഡ് ആണ്. ഫ്രീക്വൻസി കൂടി വന്നിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുക. പക്ഷേ രണ്ടിൻ്റെയും ഫോർമുല ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി. താങ്ക് യു.